ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ PSL UAE-യിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ മാത്രമാണ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രമിച്ചതെന്നും താരങ്ങളുടെ സുരക്ഷയെ അവർ അവഗണിച്ചു എന്നും വിദേശ താരങ്ങൾ ആരോപിച്ചു. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ദയവായി പരിഗണിക്കുക. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ഇനി പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ഡാരിൽ മിച്ചൽ. പേടിച്ചു കരഞ്ഞ ഇംഗ്ലണ്ട് താരം പുറപ്പെട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് മിസൈൽ വീണു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവം വെളിപ്പെടുത്തി ബംഗ്ലാദേശ് ലെഗ് സ്പിന്നർ റിഷാദ് ഹുസൈൻ. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നിർത്തിവെച്ചതോടെ വിദേശ താരങ്ങളെല്ലാം പ്രത്യേക വിമാനത്തിൽ ദുബായിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ നിന്നും താരങ്ങൾ സ്വന്തം നാടുകളിലേക്ക് മടങ്ങി. ദുബായിലെത്തിയപ്പോഴാണ് വിദേശ താരങ്ങൾക്കെല്ലാം ആശ്വാസമായതെന്നും ബംഗ്ലാദേശ് താരം വെളിപ്പെടുത്തി. ഇനി പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ന്യൂസിലൻഡ് ബാറ്റർ ഡാരിൽ മിച്ചൽ വെളിപ്പെടുത്തിയതായും റിഷാദ് ഹുസൈൻ വ്യക്തമാക്കി. സാം ബില്ലിങ്സ്, ഡാരിൽ മിച്ചൽ, കുശാൽ പെരേര, ഡേവിഡ് വീസ്, ടോം കറൻ തുടങ്ങിയ വിദേശ താരങ്ങളെല്ലാം നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ദുബായിൽ എത്തിയപ്പോൾ ഇനി അങ്ങോട്ട് പോകില്ലെന്ന് ഡാരിൽ മിച്ചൽ എന്നോട് പറഞ്ഞു. ഇംഗ്ലണ്ട് താരം ടോം കറൻ എത്തിയപ്പോഴേക്കും വിമാനത്താവളം അടച്ചെന്ന വിവരമാണ് ലഭിച്ചത്. ഇതോടെ അദ്ദേഹം കരയാൻ തുടങ്ങിയെന്നും കുഞ്ഞുങ്ങളെ പോലെയായി അദ്ദേഹം ഭയന്നു കരഞ്ഞത്. ഒരുപാട് ആളുകൾ ചേർന്നാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചതെന്നും റിഷാദ് ഹുസൈന്റെ വാക്കുകളിലുണ്ട്. വെല്ലുവിളികളെല്ലാം മറന്നുകൊണ്ട് അവർ ദുബായിലെത്തി. അപ്പോഴാണ് താരങ്ങൾക്കെല്ലാം ആശ്വാസമായത്. ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ മിസൈൽ പതിച്ചെന്ന വിവരമാണ് ലഭിച്ചത്. ദുബായിലെത്തിയപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത്. എന്റെ കാര്യമോർത്ത് കുടുംബം രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ബംഗ്ലാദേശ് താരം ഇത്തരത്തിലാണ് പ്രതികരിച്ചത്. സംഘർഷത്തിനിടയിലും PSL മത്സരങ്ങൾ നടത്താൻ കറാച്ചിയിൽ മാത്രമായി നടത്താൻ ശ്രമിച്ചു, UAE-യിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് പാക് ക്രിക്കറ്റ് ബോർഡ്. ഇത് നിരുത്തരവാദിത്തപരമായ കാര്യമാണെന്നും താരങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അതായിരുന്നു ആദ്യം പാക് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രദ്ധിക്കുന്നതെന്നും താരങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.